ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആസിഫ് അലി, രമേശ് നാരായണൻ വിഷയം, അതാണ് സത്യത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് പിന്നെയും വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാതെ നിർവാഹമില്ല. അത്രയേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയം കത്തി ആളുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം. ഇന്നലെ വൈകുന്നേരം രമേശ് നാരായണൻ കൊടുത്ത പത്രസമ്മേളനം, ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സൈഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനകത്ത് അദ്ദേഹം ആസിഫ് അലിയോട് പരസ്യമായി മാപ്പും ചോദിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു വിഷയം നമ്മളിൽ പല ആളുകളും വിട്ടിട്ടില്ല. നമ്മളിൽ പല ആളുകളും ഈ ഒരു വിഷയത്തെ എടുത്ത് ഇങ്ങനെ ഊതി പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയം ചർച്ചയാവുന്നത്. ഇതില് ജാതി, മതം, വർഗീയത അങ്ങനെ കുത്തിക്കയറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റിയാണ് ആളുകൾ ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്തിന് വേണ്ടിയിട്ടാണ്? അതിന് മാത്രമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തെ കാണാൻ കഴിയുന്നില്ല. കാര്യം അദ്ദേഹത്തെ അത്രയും വലിയൊരു പൊതുവേദിയിൽ വെച്ച് അതിന്റെ സംഘാടകര് അപമാനിച്ചപ്പോൾ ആ ഒരു മനോവിഷമത്തില് തന്റെ മകന്റെ പ്രായമുള്ള ഒരാളോട് അദ്ദേഹത്തിന് ഒരു കൈമോശം വന്നു, അല്ലെങ്കിൽ ഒരു അബദ്ധം കാണിച്ചു പോയി അദ്ദേഹം, അല്ലെ ഒരു തെറ്റ് പറ്റി. ആ ഒരു ശരിക്കും പറഞ്ഞ ആസിഫ് അലി ആ ഒരു സമയത്ത് കാണിച്ച ആ ഒരു മിതത്വം, അദ്ദേഹം കൊടുത്ത ആ ഒരു പുഞ്ചിരി തന്നെയാണ് രമേശ് നാരായണനുള്ള ഏറ്റവും വലിയൊരു മറുപടി. അല്ലാതെ നമ്മളെ പോലുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ എടുത്ത് ഇഴകീറി മുറിച്ച് പ്രസ്താവനകൾ നടത്തിയത് ഒന്നുമില്ല. അത് അവിടെ ആ ഒരു ആസിഫ് അലിയുടെ പുഞ്ചിരി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അവിടെ ആസിഫ് അലി ആ ഒരു പ്രതിസന്ധിയെ വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്തു. അതിന് ആസിഫ് അലിക്ക് വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കണം. പിന്നെ രമേശ് നാരായണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ ആ ഒരു സാഹചര്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന മനോവിഷമത്തിന്റെ പുറത്തുണ്ടായ ഒരു സംഭവമാണ് അത്. അതിന് നമ്മൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളിൽ പല ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇനി മീഡിയാസ് ആണെങ്കിലും ഒക്കെ എടുത്തിട്ട് ഊതിപ്പെരിപ്പിക്കുന്നതിന് മാത്രം ഒന്നും ഇല്ല. അത് മനസ്സിലായോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. വെച്ചാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ നമ്മൾ ഇതിനകത്ത് ജാതിയും മതവും വർഗീയതയൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുവന്നിട്ട് ആർക്കാണ് ഇതിനകത്ത് നേട്ടം? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെങ്കിലും നമ്മൾ മാനിക്കണ്ടേ? 10-60 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ ഒരു പരിധിവരെയെങ്കിലും ആ ഒരു പ്രായത്തെ മാനിച്ച് വേണം അദ്ദേഹത്തെ ട്രോളാനും അല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തെ നമ്മൾ മാനിക്കണം. നമുക്ക് പ്രതികരിക്കാനും നമുക്ക് പ്രക്ഷോഭം നടത്താനും ഒക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ വീണ് മരിച്ച ജോയ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം, ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ആലോചിക്കുക. അത്രയും മോശപ്പെട്ട ഒരു തോട്ടിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ അതിനൊക്കെതിരായിട്ട് നമ്മൾ പ്രതിഷേധിക്കണം. ആ ഒരു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നു എന്നൊരു സാഹചര്യം വന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ആളുകളെല്ലാം കൂടി ഈ ഒരു ഇഷ്യൂവിന്റെ പുറകെ ഓടി. ആസിഫ് അലി, രമേശ് നാരായണൻ വിഷയത്തിന്റെ പുറകെ ഓടിയപ്പോൾ മറ്റേ പ്രശ്നം അവിടെ തണുത്തു. മനസ്സിലായോ? നമ്മൾ ശരിക്കും ജീവിക്കുന്നത് ഒരു എന്താ പറയാ, കൂട്ടിലടച്ച കിളികളെ പോലെയാണ്. നമുക്ക് എന്താണോ നമുക്ക് ചുറ്റുമുള്ള മീഡിയാസും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ, ആ വാർത്തകളിൽ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അതിനെ എതിർക്കാനോ ഒക്കെ നമുക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും ഒക്കെ നമുക്കൊരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മീഡിയാസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുകയും അതിനെതിരെ ഭയങ്കരമായിട്ട് വാചാലനായതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് ചുറ്റും ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെല്ലാം ഈ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പുറകെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആസിഫ് അലി ആ പ്രശ്നം, ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴേ അവിടം കൊണ്ട് അദ്ദേഹം അത് വിട്ട് കാണും. അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടായില്ല ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാവുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു ഇഷ്യൂ ആയിട്ട് ഇത് മാറുമെന്നോ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ
ഇത് ഈ പ്രശ്നം അത് ഇന്നലെ അദ്ദേഹത്തിന്റെ രമേശ് നാരായണന്റെ പത്രസമ്മേളനത്തോടു കൂടി അത് അവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഇപ്പോഴും ആളുകൾ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ട്രോൾ മെറ്റീരിയൽ ആക്കിയിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ടൊക്കെ ഈ സാധനം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു എഫക്റ്റ് തീരേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ കഴിവതും ഇനി ഈ ഒരു വിഷയത്തിന് മേലൊരു ചർച്ചയോ അല്ലെങ്കിൽ പോസ്റ്റോ മറ്റ് തരത്തിലുള്ള ട്രോളുകളോ ഒന്നും ചെയ്യാതിരിക്കാനും ഇറക്കാതിരിക്കാനും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ വിഷയം ഇന്നലത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്തിനാണ് ആളുകൾ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇനി ഇതിനെപ്പറ്റി ഒരു വീഡിയോ പോസ്റ്റോ ഒന്നും ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. ഇതെന്റെ ഫൈനലാണ്. കാര്യം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം അത് തന്നെയാണ്. കാര്യം രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ട്രോളും ഒക്കെ. അതൊക്കെ വായിച്ചിട്ട് എനിക്ക് തന്നെ തലയ്ക്ക് ചെടുപ്പടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ കഴിവതും ഈ ഒരു പ്രശ്നം ഇവിടെ കൊണ്ട് നിർത്താൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.